എനിക്ക് അമേരിക്കയിലേക്ക് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ആശങ്കയിലാക്കുകയാണ് നമ്മളെ. പ്രത്യേകിച്ച് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നു എന്ന കടുത്ത വാർത്ത ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ ഉത്തരവിൽ അദ്ദേഹം ഒപ്പിട്ടു. പാനമ കനാലിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം തീരുമാനമെടുത്തു. ഒരുപാട് ഉത്തരവുകൾ അദ്ദേഹം പുറത്താക്കുന്നു. അത് നിരവധി കേസുകൾ അദ്ദേഹം തീർപ്പാക്കി. മാത്രമല്ല കുടിയേറ്റത്തിലൊക്കെ കർക്കശമായ നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. മധു, ശരിക്കും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ആദ്യ ദിവസം തന്നെ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മനസ്സിലായി. വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. അധികാരമേറ്റയുടൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ആഭ്യന്തര തലത്തിലും അതുപോലെ അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ അമേരിക്കയുടെ ഈ വിദേശ നയങ്ങളും ഒക്കെ മാറ്റി എഴുതുന്നവയായിരുന്നു. എന്നാൽ ഇന്ന് ഈ രണ്ടാം ദിനം പിന്നിടുമ്പോൾ ഇതിനോടുള്ള പ്രതികരണവും അതുപോലെ വിമർശനവും ഒക്കെ വലിയ തോതിൽ വരുന്നു. അതിന് സാക്ഷ്യം വഹിക്കുകയാണ് അമേരിക്ക. പ്രത്യേകിച്ച് അമേരിക്കൻ പൗരത്വം ജന്മാവകാശമായി ലഭിക്കുന്ന നിലവിലെ ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിയമത്തിൽ മാറ്റം വരുത്തുവാനുള്ള ട്രംപിന്റെ ഉത്തരവിനെതിരെ 22 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു. ഈ വിഷയം ഒരു നീണ്ട നിയമ പോരാട്ടത്തിന് വഴി തുറക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അമേരിക്കയുടെ 14ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സ്വാഭാവികമായും ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കും. ഈ പ്രസിഡന്റിനോ US കോൺഗ്രസിനോ ഈ നിയമം മാറ്റുവാൻ സാധിക്കില്ല എന്നാണ് ഈ കേസ് നൽകിയവർ വാദിക്കുന്നത്. അതുപോലെ അനധികൃത കുടിയേറ്റക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി മുതൽ അമേരിക്കൻ പൗരത്വം ജന്മാവകാശമായി ലഭിക്കില്ല എന്ന ഉത്തരവിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒപ്പുവെച്ചത്. 50,000-ലധികം വരുന്ന ഫെഡറൽ ജീവനക്കാരുടെ സംഘടനയുടെ മറ്റൊരു കേസും ഈ തൊഴിലാളികളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ഉത്തരവിനെതിരെ അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ക്യാപിറ്റോൾ ഹിൽ കലാപത്തിൽ പങ്കെടുത്തവരെ വിട്ടയച്ചതിനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ അവരുടെ വിയോജിപ്പ് പരസ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നാഷണൽ കത്തീഡ്രലിലെ ബിഷപ്പ് മരിയം എഡ്ഗർ ഇന്ന് ട്രംപിനോട് പറഞ്ഞത് വലിയ വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ്. രാജ്യത്തെ ഇന്നലെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് ദൈവത്തിന്റെ ഒരു കരുതൽ തനിക്കുണ്ടെന്നാണ്. അതേ ദൈവനാമത്തിൽ ബിഷപ്പ് പറയുകയാണ്, ഇന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, കരുണയുണ്ടാകണം അമേരിക്കയിൽ ഇപ്പോൾ ഭയന്ന് ജീവിക്കുന്നവരോട്, അനധികൃത കുടിയേറ്റക്കാരോട്. ഓക്കെ മധു, ഈ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ട്രംപ് വളരെ ഒരു നിശ്ചിതമായ തീരുമാനമെടുത്തതുപോലെയുണ്ട്. എന്തായാലും ഈ ജന്മിത്ത കുടിയേറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് അവിടെ താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കുക? ഡൊണാൾഡ് ട്രംപിന്റെ രീതിയുണ്ട്. ഈ വലിയ ഉത്തരവുകൾ അല്ലെങ്കിൽ കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ട് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുക, ആ ഒരു നീക്കമായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കാര്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് തന്നെ അറിയാം ഇത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ ബർത്ത് റൈറ്റ്സ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് 1868 14ാം ഭേദഗതിയിലൂടെ വന്നതാണ്. സിവിൽ വാറിന് ശേഷം അമേരിക്കയിൽ ഈ അടിമത്തം അവസാനിച്ചതിന് ശേഷം പൗരത്വം ഇല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. പക്ഷേ ഈ ബർത്ത് ടൂറിസം എന്ന പേരിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ സാൻ ഫ്രാൻസിസ്കോയിലും ഒക്കെ വന്ന് ഈ നിയമം ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഇത്തരം ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഓക്കെ മധു കൊട്ടാരക്കര, താങ്കൾ അവിടെ തന്നെ തുടരുക. ഈ ട്രാൻസ്ജെൻഡേഴ്സിനോടും അതേപോലെ കുടിയേറ്റക്കാരോടും കരുണ കാണിക്കണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടതിൻ്റെ ഒരു ഡയലോഗ് നമ്മളിപ്പോൾ കാണിച്ചു തരാം. Mr. President, in the name of our God, I ask you to have mercy upon the people in our country who are scared now. There are gay, lesbian, and transgender children they may not be citizens, but the vast majority of immigrants are not criminals. Okay, thank you, Madhu Kottarakara.